അപ്പം ഗൈസ്, ഇപ്പം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ഫസ്റ്റ് ബിഗിനിങ് ആണ് ഗൈസ്. കളിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം നമ്മുടെ ഫോണിലും ടാബിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് പി സിയിൽ നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളെ മൈൻക്രാഫ്റ്റിൽ സോംബീസൊക്കെ വരുന്നു കാണുന്നുണ്ട്, പക്ഷെ നമ്മളെ കയ്യിൽ ഇതുവരെ വന്നിട്ടില്ല. ഇനി വരികയാണെങ്കിൽ നമുക്ക് തല പൊളിച്ചെടുക്കാം. ഫുള്ളി റെഡ് നമ്പേഴ്സ് അടിച്ച് സോംബീസിനെ നമുക്ക് താഴ്ത്തി കിടത്തി ഉറക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു വീട് ഉണ്ടാക്കണം. വീടിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? മരം വെട്ടുകയാണ്. കോടാലിയൊന്നും ഇല്ല, കോടാലി ഇല്ല. അതുകൊണ്ട് നമ്മൾ ടോർച്ച് എടുത്താണ് മരം വെട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ വീടാണ്, ബിഗിനിങ് ഹൗസാണ്. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നതായിരിക്കും. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഓളം ഓപ്ഷനിൽ ഇട്ട് വയ്ക്കാം, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു കുതിരേനെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. വില്ലേജിൽ നിന്ന് നമുക്ക് കുതിരേൻ്റെ കെട്ടാനുള്ള കയറും ഒരു സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുതിരേൻ്റെ മേത്തിടുന്നത്. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് കുതിര ഉണ്ട് നമ്മളെ പെറ്റായിട്ട്. നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ഒരു ബെഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു റീസ്പോൺ പോയിന്റ് വഴി നമുക്ക് ഇവിടെ ഒരു വീട് ഉണ്ടാക്കാം. ഒരു ബിഗിനിങ് ചെറുത്, അത്യാവശ്യം കുറച്ച് ദിവസം ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പെട്ടി പോലത്തെ വീടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടി പോലത്തെ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു സ്പൈഡറില്ലേ, സ്റ്റേജ് സ്പൈഡർ, ഒരു സംഭവം വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പെട്ടി പോലത്തെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ മരം തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയിട്ട് അടുത്ത മരം വെട്ടി വരാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ മൈനിങ് ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ അടുത്ത് വലിയൊരു കേവ് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ആ ഒരു കേവിൽ പോയിട്ട് ഈ മൈനിങ് ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ ഒരു സ്ഥലം ആയിരിക്കത്തില്ല നമുക്ക് ഉണ്ടാകുക. നമ്മളൊരു ഇതേപോലത്തെ വേറെ സ്ഥലത്തായിരിക്കും ഉണ്ടാകുക. അടിപൊളി സ്ഥലമായിരിക്കും. നമുക്കൊരു സീനറി ഒക്കെ ഉള്ളതാണ്. ഇത് ബീച്ചിനടുത്തായിരിക്കണം നമ്മളെ ആ ഒരു സ്ഥലം വേണ്ടത്. അത്യാവശ്യം ഒരു സീനറി ഒക്കെ ഉള്ള ഒരു സംഭവം നമ്മൾ ഇതാക്കുന്നത്. ഉദ്ദേശിച്ചത് അതാണ്, പക്ഷെ കിട്ടിയത് പുഴയാണ്. പുഴയെങ്കിൽ പുഴ നിറത്ത് നമ്മൾ അത് അവിടെ തന്നെ ഉണ്ടാക്കാൻ പോകുന്നു. നമ്മുടെ കയ്യിൽ അത്ര ഫുഡൊന്നുമില്ല, ഫുഡൊന്നും നമ്മളങ്ങനെ എടുത്തിട്ടില്ല. അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ മാത്രം നമ്മളെ കയ്യിലുണ്ട്. ഒരു 2 ബെഡ് ഉണ്ട്. അത് നമ്മൾ തുടക്കത്തിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കൊന്ന 2 ഷീപ്പിൻ്റെ ഊള് കൊണ്ട് നമ്മൾ ഒരു 2 ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ കയറി അറിയെങ്കിലും എനിക്ക് പറഞ്ഞിരുന്നേ, ഈ ഒരു മരം വെട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ കുറേ ചെടികളും ആപ്പിളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. സ്റ്റിക്കെല്ലാം നമുക്ക് ആ ഒരു തടി മാത്രം നമ്മൾ വെട്ടിയാലും ആ ഇല മാത്രം ബാക്കി കിട്ടില്ല. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഇല പിന്നെ വന്നു നോക്കുന്നവരായ ഇലയും കാണത്തില്ല, അതിൻ്റെ അടിയിൽ കുറേ ചെടി കാണാം. അപ്പോൾ നമ്മൾ പുതിയ വെറൈറ്റി മരമാണ് വെള്ളം വെച്ച് നമ്മൾ വെട്ടാണ്. അപ്പോൾ ഈ ഒരു മരം വെച്ചിട്ടാണെന്ന് തോന്നുന്നു നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു നിൽക്കുന്ന സമയം മതി. നമ്മളെ ഈ ഒരു സ്കെലിട്ടനൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് നേരെ പോയിട്ട് ഉറങ്ങാനുള്ളതാണ്. അപ്പോൾ എന്തായാലും പോയി ഉറങ്ങി വരാം. അപ്പോൾ എന്താ അറിയത്തില്ല, നമുക്ക് അങ്ങനെ അങ്ങോട്ട് ശരിയാവുന്നില്ല കളിക്കുന്നതൊന്നും. കീബോർഡ് മൗസും വെച്ച് ഇതാക്കിയിട്ടായിരിക്കണം, അറിയത്തില്ല. നമ്മൾ പി സിയിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓൺ ദ റോഡ് ടു 50 സബ്സ്ക്രൈബർ ആണ് ഗൈസ്. അപ്പോൾ 50 സബ്സ്ക്രൈബർ ആയ ഫ്രീ ഫയറിൻ്റെ ലൈവ് വീഡിയോസ് ഒക്കെ നമ്മൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പം നമ്മൾ അത്യാവശ്യം ഇവിടെ നിന്ന് മൂടിയിട്ട് നമ്മൾ പെട്ടെന്ന് കിടന്നുറങ്ങാണ്. ഈ ഒരു ഷെയ്ഡിന് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ആ ഒരു ആകാശം നോക്കിയേ, ഏതാ സാധനം കണ്ടോ, റിയലിസ്റ്റിക് സാധനമാണ് ഗൈസ്. ഇപ്പം എന്താ കുറച്ച് നേരമായിട്ട് ഗൈസ് നമ്മളെ കൂടി ഒരു കോഴി നടക്കുന്നു ഗൈസ്. എന്താന്നൊരു പിടുത്തം ഇടുന്നില്ല. എന്താ വീണ്ടും നമ്മൾ അടുത്ത മോർണിംഗ് നമ്മൾ മരം വെട്ടാൻ പോവാണ്. എന്തായാലും ഒരു വീട് സെറ്റാക്കിയിട്ട് നമ്മൾ ഈ ഒരു പാർട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ആപ്പിൾ കിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു മരം വെട്ടി താഴെ നാടെ അടിച്ചുള്ളൂ, അടുത്ത ചെടി താഴത്തോണ്ടിരിക്കാം. അത് ശരി. നമ്മൾ വീണ്ടും നമ്മൾ ആ ഒരു വെള്ളം മരം തന്നെയാണ് വെക്കുന്നത്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാകണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ബോട്ട് ഉണ്ടാക്കാൻ. ബോട്ട് ഉണ്ടെങ്കിലേ നമുക്ക് എന്തേ നടക്കൂ, അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിലും അങ്ങനെ എന്തെങ്കിലും നമുക്ക് നടത്തണമെങ്കിൽ ബോട്ട് ഇടണം. അപ്പം ബോട്ടിന് വേണ്ടി നമ്മൾ ഈ ഒരു മരം തന്നെ വെട്ടണം. ഈ മരം വെട്ടിയിട്ട് ഇത് നമ്മളെ വേറെന്തോ സംഭവമാക്കിയിട്ടാണ്, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഒരു 7 തടിക്കഷ്ണം നമ്മൾ ഉണ്ടാക്കി. 7 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സാധാ മരം ഒരു 4 എണ്ണം അങ്ങോട്ട് എടുക്കാം. ഇത് നമ്മളെ വീടിൻ്റെ പണി കൊണ്ട് തീർക്കാം. വീടിൻ്റെ പണി ഇതുകൊണ്ട് തീർന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കുറച്ചുകൂടി വേണ്ടി വരും. അപ്പം എന്തായാലും ഈ ഒരു മരം വെച്ച് നമ്മൾ വേറെ മരം ഇതേമാതിരത്തെ വെട്ടണം തോന്നുന്നു. നമ്മളെ വീടിൻ്റെ പണി അവസാനിപ്പിച്ചിട്ട് എന്തായാലും മടങ്ങും എന്നുള്ള വാശിലാണ്. ആ കോഴി നോക്കുന്നുണ്ടോ? നമ്മളെ കൂടെ ഒരു വെള്ള കുതിരയുണ്ട്. എന്താ സ്ഥലം, ഏതാ സ്ഥലം നോക്കുന്നു. മലയൊക്കെ ഉണ്ട്. നമ്മളെ കറുപ്പ് കുതിര അതേ അവിടെ കിടന്ന് കറങ്ങുന്നു. എന്തിനാന്നൊരിതുമില്ല, കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ വില്ലേജ് സ്പോട്ട് ചെയ്യണം. പക്ഷെ എനിക്ക് അത് കാണിക്കാനുള്ള ടൈം ഉണ്ടാകത്തില്ല. ഇപ്പോഴേ ഈ ഒരു വീഡിയോ ലോങ് ആയിരിക്കും. ഈ ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോഴത്തേക്കും വീഡിയോ അത്യാവശ്യം ലോങ് ആയിരിക്കും. അപ്പം അതുകൂടി കാണിച്ചാൽ പ്രശ്നമാവും. അതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വില്ലേജിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ ആ ഒരു വില്ലേജ് കാണിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ വീടിൻ്റെ ബാക്കി പണി നമ്മൾ തീർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പെട്ടിയാണ് അത്യാവശ്യം. പെട്ടി ആകൃതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പെട്ടിയല്ലേ, പെട്ടിനേക്കാളും ചെറുതാണ് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ വീട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വീടുണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വീടായിരിക്കും. പക്ഷേ ഇത് ഇനിയും വേണം ഗൈസ്, ഇനിയും വേണം ഫുഡ്. ഇനിയും വേണം. ഇനിയപ്പോൾ നമുക്ക് ഇനിയും പോയി എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് അടുത്ത മരം കൂടി വെട്ടി വരാം. അപ്പം എങ്ങോട്ടാണ് പോകുന്നത് ഒരിതുമില്ല ഗൈസ്. അപ്പോൾ പോകുന്ന വഴിക്ക് വെള്ളത്തിലെല്ലാം മുണങ്ങുന്നുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞ വഴി തന്നെ PC കളിക്കുന്നേരം ഒരിത് കിട്ടത്തില്ല. പക്ഷേ തുടർച്ചയായിട്ട് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അത്യാവശ്യം നല്ലൊരു പ്രോ രീതിയിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അപ്പം നമുക്ക് നേരെ പോയിട്ട് മരം വെട്ടാം. അത്യാവശ്യത്തിനുള്ള ഫുഡൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഒരു ആപ്പിൾ ഉണ്ട് ഗൈസ്, 1 2 ആപ്പിൾ ഉണ്ട്. ഒരു ആപ്പിൾ നിലത്ത് വീണുണ്ട്. നമുക്ക് സ്റ്റിക്കും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റിക്ക് വെച്ച് നമുക്ക് അടുത്ത നമ്മളെ ടൂൾസ് ഒക്കെ ഉണ്ടാക്കാനുള്ളതാണ്. ഒരു സ്റ്റിക്ക് വെച്ചിട്ടായിരിക്കും മറ്റേ പിക്കാക്സും അങ്ങനത്തെ സംഭവമൊക്കെ നമുക്ക് ഇടണം. ആ ഒരു പിക്കാക്സും പിന്നെ മറ്റേ സാധനമില്ലേ, ഒരു പരന്നിട്ടുള്ള ആ ഒരു സംഭവം കൂടി എടുത്തിട്ട് വേണം നമുക്ക് ഫാമൊക്കെ ഉണ്ടാകണം. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റിൽ മൾട്ടിപ്ലെയർ കളിച്ച് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതെന്താ ഗൈസ്, ഒരു കറുപ്പ് സാധനം. ഇതാ ഗൈസ് മരം വീണായിരുന്നു. ഇതെങ്ങനെ ഒഴിവാക്കാം? കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു മൈൻക്രാഫ്റ്റ് നിങ്ങൾക്ക് ഫോണിൽ കീബോർഡ് മൗസും വെച്ച് കളിക്കണേ, അതും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കീബോർഡും മൗസും വെച്ചിട്ട് എങ്ങനെ കളിക്കണം എന്നുള്ളത് നമ്മൾ കാണിച്ചിരിക്കുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാം.
ആവശ്യം വരികയുണ്ടാവും. നമുക്ക് അത്യാവശ്യം വുഡൊക്കെ കിട്ടണമെങ്കിൽ നമുക്കത് ആവശ്യമുണ്ട്. ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം നമുക്ക് നേരെ പോയിട്ട് ആ ഒരു വീടിൻ്റെ പണി അങ്ങോട്ട് തീർക്കാം. പിന്നെ നമുക്ക് ടോപ്പാണ് ഇനി തീർക്കാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ടോപ്പ് അങ്ങ് തീർക്കാം. അപ്പോൾ നമ്മളെ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ഒരു കട്ട ഈ ഒരു ബ്ലോക്ക് നമുക്ക് അവിടെ ഇടാനാകുള്ളൂ. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്ക് പൊട്ടിക്കാനാവും. അപ്പോൾ നമ്മളെ വീട് ഇവിടെ സെറ്റായിട്ടുണ്ട് ഏകദേശം. പക്ഷേ ഇതിൽ നമുക്ക് ആ ഒരു ബെഡ് അങ്ങോട്ട് മാറ്റാം. പക്ഷെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ ആ ഒരു വുഡ് വേണം. ആ ഒരു വുഡ് നമുക്ക് ഉണ്ടാക്കാൻ ഈ ഒരു വുഡോടെ നമുക്ക് ഉണ്ടാകാൻ പറ്റത്തില്ല. നമുക്ക് മറ്റേ വുഡ് തന്നെ വേണം. നമുക്ക് മറ്റേ വുഡ് പോയി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ് നമ്മൾ ഇപ്പോൾ ഇടാൻ പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ നമ്മൾ ഇതിലും കിഴക്കൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വിത്ത് ഡോറാണ്. ഇപ്പോൾ നമ്മൾ ഡോർ ഉണ്ടാക്കിയിട്ടില്ല. ഡോർ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് വുഡൊക്കെ എടുത്തിട്ട് അത്യാവശ്യം ടൂൾസൊക്കെ സെറ്റായതിന് ശേഷം നമ്മൾ നല്ലൊരു കിടക്കൻ 2 നില വീടായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ലക്ഷറിയസ് വീടായിരിക്കും. പന്നിക്കുട്ടനെല്ലാം കാണാൻ കട്ട കൊണ്ട് എന്തോ കാർബോർഡുകൾ ഉണ്ടാക്കിയിട്ടായിട്ട് വാലൊന്നുമില്ല. അടുത്ത പന്നി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചറിയത്തില്ല, നമ്മൾ ഇതുവരെയായിട്ട് ഒരു സോംബിയെയും ഒരു കേസ് സ്പൈഡറിനെ പോലെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. വെള്ളത്തിലൊന്നും മീനുമില്ല. എന്താണ് ശോകാവസ്ഥ. പന്നി, വീണ്ടും പന്നി. പന്നികൾ ആറാടി ഓടുന്നു. ആവശ്യത്തിന് വേണ്ട മറ്റേ സംഭവം നമുക്ക് പൊടിച്ചെടുക്കാം. ഈ ഒരു വുഡാണ് നമുക്ക് വേണ്ടത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ. നമുക്ക് പെട്ടെന്ന് ഇത് പൊട്ടിച്ചെടുത്ത് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് അത്യാവശ്യം ബോട്ടും അങ്ങനത്തെ സംഭവം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ ഒരു വുഡ് അങ്ങോട്ട് മൊത്തമായിട്ട് പൊടിച്ചെടുക്കണം. നമുക്കൊരു 6 വുഡ് കിട്ടിയിട്ടുണ്ട്. 6 ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ 6 ബ്ലോക്ക് വെച്ചിട്ട് പോകാം. ഇത് ഈ ഒരു ചെടിയുണ്ടോ? ഈ ഒരു ചെടിയാണ് ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണ് കൊടുക്കും. അതെന്താണെന്ന് നമുക്കറിയത്തില്ല. അത് അവിടെ ഡ്രോപ്പ് ചെയ്ത് എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ അടുത്ത് പോയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്മളെ കുതിരയ്ക്ക് തെറ്റായിട്ടുള്ള കുതിരയുടെ പേരെന്ത് ഇടണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പേര് നല്ല പേരായിരിക്കണം. അത്യാവശ്യം കേട്ടാൽ ചിരി വരുന്ന പേരായിരിക്കണം. ഇതുകൊണ്ട് നമ്മൾ ആ ഒരു വുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒറ്റ നടനായി 4 ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആ ഒരു ഒറ്റ മതിയാവും. ആ ഒരു ഒറ്റ നടത്തിട്ട് ഈ ഒരു കട്ട നമുക്ക് ഉണ്ടാക്കാനും. പക്ഷെ നമുക്ക് ആ കട്ടല്ല വേണ്ടത് കൊണ്ട് ആ കട്ട അല്ലാത്തതിനെ കൊണ്ട് നമ്മൾ മറ്റേത് ഉണ്ടാക്കാൻ പോവാണ്. ആ മൊത്തമായിട്ട് എടുത്ത് താഴ്ത്തിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓരോന്നായിട്ട് എടുത്തിടണം. ഒരു കഷ്ടപ്പാടാണ് കളിക്കാൻ. അപ്പം നമുക്ക് 4 കിട്ടി. 8, 12, 16 കിട്ടി. ഇനിയുണ്ട് നമ്മൾ 2 ആ 2 നമുക്ക് അവിടെ ഇട്ടിട്ട് ഒരു 24 ആക്കിക്കളയാം. അപ്പോൾ ഒരു 4 കൂടി കിട്ടി, 20. ഓക്കെ, 24 ആക്കി. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. ബാക്കി ഞാൻ 2 കൂടി ഉണ്ട്. ആ 2 നമുക്ക് എടുത്തിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. എന്നിട്ട് നമ്മളെ ഡാർക്ക് ഓക്കിൻ്റെ ആ ഒരു വുഡ് ഉണ്ടാക്കാൻ പറ്റും നോക്കാം. ഇത് നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ പ്ലേസ് ചെയ്യാം. നമ്മളിവിടെ പ്ലേസ് ചെയ്തു. ഇനിയിപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വഴി നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും നോക്കാം. ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൽ നമുക്ക് ഇത് ഉണ്ടാക്കാനാകില്ല. ആ ഒരു ഡോർ ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമുക്ക് ആ ഒരു പിക്കാക്സും അങ്ങനത്തെ സംഭവമൊക്കെ അടുത്ത പാട്ടിലായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ബോട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു ബോട്ട് ഉണ്ടാക്കി നമുക്ക് ഡാർക്ക് മറ്റേ സംഭവം എടുക്കാം. ആ ഒരു ഡാർക്ക് സംഭവം 4 നമ്മൾ എടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് ബോട്ട് ഉണ്ടാക്കാം. ആ ഒരു ബോട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ബോട്ട് വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ പോകാമല്ലോ. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. അപ്പം
മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ ഇട്ടിട്ട്. ടാറ്റ, ബൈ ബൈ.